ബംഗാൾ മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഒരു കാലത്ത് ഒരിക്കലും സാധിക്കില്ലെന്ന് കരുതിയ ഒരു ലക്ഷ്യം പൂർത്തീകരിച്ചതിന്റെ ആനന്ദത്തിലാണ് ബി. ആദ്യം കോൺഗ്രസിന്റെയും പിന്നീട് ഇടതുപക്ഷത്തിന്റെയും അതിനുശേഷം തൃണമൂൽ കോൺഗ്രസിന്റെയും ഉരുക്ക് കോട്ടയായിരുന്ന വങ്കനാട് ഒടുവിൽ ബി.ജെ.പിയെ സ്വീകരിച്ചത് പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിനും അഭിമാന മുഹൂർത്തമാണ്. ഇപ്പോൾ ബംഗാളിലെ ആദ്യത്തെ ബി.ജെ.പി മുഖ്യമന്ത്രിയായിരിക്കുന്ന സുവേന്ദു അധികാരിയാണെങ്കിൽ എതിർപ്പാളയത്തിൽ നിന്ന് തന്നെയാണ് രാഷ്ട്രീയത്തിലെ എല്ലാ അടവുകളും പഠിച്ചത്. മുൻ കേന്ദ്രമന്ത്രി ശിശിർ അധികാരിയുടെ മകനായ സുവേന്ദു കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനയിലൂടെയാണ് രാഷ്ട്രീയത്തിൽ കടന്നുവരുന്നത്. 1998 തൃണമൂൽ രൂപീകരണ വേളയിൽ മമതക്കൊപ്പം ചേർന്ന അദ്ദേഹം ബുദ്ധദേവ് ഭട്ടാചാര്യ സർക്കാരിനെതിരെ നടന്ന ചരിത്രപ്രധാനമായ നന്ദിഗ്രാം ഭൂമി ഏറ്റെടുക്കൽ വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ യഥാർത്ഥ സൂത്രധാരനായിരുന്നു. ഗ്രാമീണ ശൈലിയിലുള്ള പ്രസംഗങ്ങളും തെരുവിലെ പോരാട്ട വീര്യവുമാണ് അദ്ദേഹത്തെ ജനപ്രിയനാക്കി മാറ്റിയത്. ആദ്യം കോൺഗ്രസിന്റെയും പിന്നീട് തൃണമൂലിന്റെയും ശേഷം ബി.ജെ.പിയുടെയും നേതാവും കേന്ദ്രമന്ത്രിയുമായിരുന്ന ശിശിർ അധികാരിയുടെയും ഗായത്രി അധികാരിയുടെയും മകനായി ആദ്യം കോൺഗ്രസിന്റെയും പിന്നീട് തൃണമൂലിന്റെയും ശേഷം ബി.ജെ.പിയുടെയും നേതാവായി. കേന്ദ്രമന്ത്രിയായ ശിശിർ അധികാരിയുടെയും ഗായത്രി അധികാരിയുടെയും മകനായി 70-ൽ ജനിച്ച സുവേന്ദു അച്ഛന്റെ അതേ വഴിയിലൂടെയാണ് രാഷ്ട്രീയത്തിലും വളർന്നത്. 1990കളുടെ മധ്യത്തിൽ കോൺഗ്രസിലൂടെ രാഷ്ട്രീയത്തിൽ ശ്രദ്ധ നേടിയ സുവേന്ദു കോൺഗ്രസുമായി തെറ്റി 2000-ൽ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നു. തൃണമൂലിലൂടെ കാന്തി നഗരസഭാ ചെയർമാനും ബംഗാൾ നിയമസഭാ അംഗവുമായി. നന്ദിഗ്രാമിൽ വ്യവസായ സംരംഭത്തിനു വേണ്ടി ഭൂമി ഏറ്റെടുക്കാനുള്ള ഇടത് സർക്കാരിന്റെ തീരുമാനത്തിനെതിരായ സമരത്തിന്റെ ബുദ്ധി കേന്ദ്രമായിരുന്ന അദ്ദേഹം അക്കാലത്ത് മമതയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനുമായിരുന്നു. 2016-ൽ സംസ്ഥാന ഭരണത്തിൽ തിരിച്ചെത്തി മമത സർക്കാരിൽ മന്ത്രിയായി. പിന്നീട് 2020-ൽ മമതയുമായി തെറ്റി ബി.ജെ.പിയിലേക്ക് ചേർന്നു. മമതാ ബാനർജി തന്റെ അനന്തരവൻ അഭിഷേക് ബാനർജിയെ പിൻഗാമിയായി ഉയർത്തിക്കൊണ്ടുവന്നതോടെയാണ് സുവേന്ദു പാർട്ടിയിൽ നിന്നും അകന്നുപോയത്. പാർട്ടിയിലെ രണ്ടാമത്തെ ശക്തനായ വ്യക്തി എന്ന സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റാൻ ശ്രമിക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞതോടെ അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെച്ച് ബി.ജെ.പിയിൽ ചേരുകയായിരുന്നു. മുഖ്യമന്ത്രി മമതയെ 2021-ൽ നന്ദിഗ്രാമിലും ഇക്കുറി ഭവാനിപ്പൂരിലും തോൽപ്പിച്ച് തന്റെ ജനപിന്തുണയും ശക്തിയും വെളിപ്പെടുത്തുകയാണ് സുവേന്ദു അധികാരി. 2014-ലെ ഉപതെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിൽ ജയിച്ച സമീക് ഭട്ടാചാര്യയാണ് ബംഗാളിൽ ബി.ജെ.പിയുടെ വിജയത്തിന് തുടക്കം കുറിക്കുന്നത്. 2016-ൽ അത് 3-ആയി. 2021-ൽ 77-ആയി ഉയർന്നു. ഇപ്പോൾ അവർക്ക് ഭരണവും കിട്ടി. ഗംഗോത്രി മുതൽ ഗംഗാസാഗർ വരെയുള്ള മണ്ണിപ്പോൾ ബി.ജെ.പിയുടെ കൊടുക്കയിലാണ്. ഇവിടെ പ്രതിപക്ഷത്തിന് സംസാരിക്കാൻ ഭയമായിരുന്നു. കമ്മ്യൂണിസ്റ്റുകളുടെ കാലത്താണ് അത് തുടങ്ങിയത്. മമതാജിയുടെ കാലത്ത് അത് വർദ്ധിച്ചു എന്നാണ് നിയമസഭാംഗങ്ങളുടെ യോഗത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞത്. തൃണമൂൽ കോൺഗ്രസിന്റെ കനത്ത തോൽവിക്ക് പിന്നാലെ വോട്ടെടുപ്പിൽ അട്ടിമറി ആരോപിച്ച് മമതാ ബാനർജി രാജിവെക്കാൻ വിസമ്മതിച്ചെങ്കിലും ഗവർണർ നിയമസഭ പിരിച്ചുവിട്ടതോടെയാണ് സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള ബി.ജെ.പി സർക്കാരിനെ വഴിയൊരുങ്ങിയത്. സുവേന്ദു സത്യപ്രതിജ്ഞ ചെയ്ത ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ ലക്ഷക്കണക്കിന് ആളുകളാണ് ബ്രിഗേഡ് ഗ്രൗണ്ടിൽ എത്തിയത്. നരേന്ദ്രമോദി, അമിത്ഷാ, യോഗി ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ ഈ സത്യപ്രതിജ്ഞ ചടങ്ങിന് സംബന്ധിച്ചിരുന്നു.